Hello guys, welcome to my YouTube channel Just Mahi Things. I am Mahira from Malappuram. This is my first long video on this channel. So do support guys. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടാത്ത രീതിയിലുള്ള കണ്ടന്റ്സുമായിട്ട് വരുന്നതായിരിക്കും. ഡു സപ്പോർട്ട്. ഈ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകണണ്ട നിങ്ങൾ വിചാരിക്കും ഒരു നാട് വിട്ടു പോകാണെന്ന്. ഏറെക്കുറെ പറഞ്ഞാൽ ഒരു നാട് വിട്ടു പോകൽ തന്നെയാണ്. യെസ്, വി ആർ ഗോയിങ് ടു മാൽദീവ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ടൂർ പോകണമെന്ന്. പക്ഷേ ടൂറല്ല, എനിക്കവിടെ ഒരു വർക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ മമ്മിയും ഡാഡി എൻ്റെ കൂടെ വരുന്നുണ്ട്. അവർക്കൊരു ഹണിമൂൺ ആയിക്കോട്ടെ. ദേ കാൻ എൻജോയ് എ ഹണിമൂൺ ഇൻ ദെയർ 50s എന്നൊക്കെ പറയാം. ഇവർ രണ്ടുപേരും പോകുന്നത് അബുദാബിയിലോട്ട്. എല്ലാവരും നാട് വിട്ട് പോവാണെന്ന്. അപ്പം എല്ലാവരും ഇവിടെ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. മലാഹ, നീ അബുദാബിയിലോട്ട് പോവും, നീ മാൽദീവ്സിലോട്ടും പോകും. അപ്പൊ നമ്മൾ പിരിയുകയാണ് ഗേസ്. ബ്രദറിന് എന്താ പറയാനുള്ളത്? രണ്ട് ആറ്റലായ പെങ്ങന്മാര് പോവാണ്. എന്താ വിഷമണ്ടോ? കരയി പോവാണോ ദീദിനെ ഒറ്റക്കാക്കിട്ട്? അങ്ങനെ മക്കുമായിട്ട് കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം ഹഗ്ഗൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ വിചാരിച്ചു പോകുന്ന വഴിക്ക് ബ്രദറിൻ്റെ വൈഫിനെയും കുട്ടീനെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇനി നമ്മളെല്ലാവരും ഓരോ വഴിക്ക് പോവുകയാണ്. അപ്പോൾ എന്നാ ഇനി കാണാൻ പറ്റാമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുട്ടീനെയൊക്കെ ഒന്ന് കണ്ട് കൊഞ്ചിച്ചിട്ട് പോവാം. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തോളൂ. കാരണം നമുക്ക് നെടുമ്പാശ്ശേരി എത്തണം. അവിടെ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവരടുത്ത് രണ്ടുപേരത്തും ബായി ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ നീണ്ട 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലഗേജൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാവരും എടുത്ത് സെറ്റാക്കി എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ എയർപോർട്ടിൽ എത്തിയേക്കാണ്. ഇന്ന് കുറേ പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് മാത്രമല്ല, ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെയാണ് എൻ്റെ. വേറെ ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ട്, ഞാൻ മാത്രമേ കയറാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ ഞാൻ പുതിയൊരു വർക്കിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഇന്ന് തന്നെയാണ് മലാഹ എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററും കുട്ടിയും ഇന്ന് തന്നെയാണ് പോകുന്നത്. അവർ അബുദാബിയിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വെച്ച് പിരിയാൻ പോവാണ്. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ മലാഹ, നമ്മൾ രണ്ടും രണ്ട് വഴിക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഫൈനലി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവർക്ക് ഏകദേശം ഡിപ്പാർച്ചർ ടൈം ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞൊരു 3-4 മണിക്കൂർ ഞാൻ അവിടെ പോസ്റ്റ്. അത് കഴിയുമ്പോഴേക്കും എൻ്റെ ടൈം ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. പൊടി പോ. എന്തിനാ മുത്തേ എനക്ക് ഹഗ്ഗിങ്? അപ്പം പോവല്ലേ? ബായ് മാത്രം പറയാനുള്ളൂ. പോയിട്ട് ഫസ്റ്റ് സാലറി കിട്ടുന്നതേ കേൾക്കുന്നില്ല. അങ്ങനെ അധികം വൈകിപ്പിക്കാതെ തന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി അവരടുത്ത് യാത്രയൊക്കെ പറഞ്ഞു. മൽക്ക ഭയങ്കര കരച്ചിലായിരുന്നു. എന്തായാലും എല്ലാവർക്കും പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് അകത്തോട്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ലഗേജ് ചെക്കിങ്ങും വെയിറ്റും അതൊരു ടെൻഷനിൽ കയറിയ കാര്യം തന്നെയാണ്. നോക്കട്ടെ എന്തായാലും. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ ഇപ്പോൾ ഇതെന്ന് തോന്നാം. പക്ഷേ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്കത് വലിയൊരു കാര്യം തന്നെയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടി തൊട്ടും മുട്ടി വരെ ഫുൾ കംപ്ലീറ്റ് പരിശോധിക്കും. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇപ്പോൾ നമ്മളിതാ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാം റെഡിയായി, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമ്മൾ നമ്മുടെ ടൈം ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പോവാണ്. എങ്ങോട്ടേക്കാ? നിങ്ങളെന്തിനാ മാൽദീവ്സ്ക്ക് വരുന്നേ? അല്ല, എന്തിനാ വരുന്നത്? എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്ത് പൊളിക്ക്. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ കഴിഞ്ഞു. അമ്മ റെഡിയല്ലേ? എല്ലാവരെക്കാട്ടും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്.
ഞങ്ങൾ 3 പേരും ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ടില്ല, നമ്മൾ വെയിറ്റിംഗ് ആണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ എനിക്ക് വിൻഡോ സീറ്റും കിട്ടിയിട്ടുണ്ട്. നല്ല ലെക്കാണ്. കുറവാണ് നമ്മുടെ ഫ്ലൈറ്റിൽ, ആകെ കുറച്ച് പേരേ ഉള്ളൂ. സീറ്റൊക്കെ ഭയങ്കര എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് നല്ല മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ടേക്ക് ഓഫ് ചെയ്യും. ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. എല്ലാവരും ചരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗേസ് ചരിഞ്ഞു തുടങ്ങി. ടേക്ക് ഓഫ് ആണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ചരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് മറ്റേ വീഗാലാൻഡ് വണ്ടർലൊക്കെയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കും. നല്ല രസമുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എങ്ങനെയുണ്ട്? ഓ, മകൾക്ക് പിന്നെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒന്നും പറയാണ്ടാവില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതേ നമ്മൾ ഏകദേശം മാൽദീവ്സിൽ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ഐലൻഡുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഏകദേശം 1 അവർ ജേണി മാത്രമേ നമുക്ക് മാൽദീവ്സിലോട്ടുള്ളൂ. ഇവിടെ 1000-ൽ കൂടുതൽ ഐലൻഡുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മൾ അവിടുന്ന് ലഗേജൊക്കെ എടുത്തിട്ട് ഫ്ലൈറ്റിൽ നിന്ന് മെല്ലനെ ഇറങ്ങുകയാണ്. ഇത് ഏകദേശം ഒരു ഐലൻഡ് ഫുള്ളായിട്ട് എയർപോർട്ട് പണിത് വെച്ച മതിലാണ് തോന്നുന്നത്. അത്രയും ചെറിയൊരു എയർപോർട്ടാണ്. പക്ഷെ ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർക്ക് ബിൽഡ് ചെയ്ത് വെച്ചേക്കണത്. അങ്ങനെ ഇതാ നമ്മുടെ ലഗേജൊക്കെ മെല്ലനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് കളക്ട് ചെയ്തിട്ട് നേരെ പുറത്തോട്ട് പോവാണ്. ഫൈനലി നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു, പുറത്തെത്തി. നമ്മൾ നമ്മുടെ പിക്ക് ചെയ്യാൻ വരുന്ന ആളെ വെയിറ്റ് ചെയ്യാണ്. പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. നമ്മൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇതാ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഹുളുമാൽ ഐലൻഡിലുള്ള ഹോട്ടൽ റിഡ്ജിലേക്കാണ് പോയത്. അവിടെയാണ് മമ്മിക്കും ഡാഡിക്കും വേണ്ടിയിട്ട് റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം തന്നെ ആയിരുന്നു. നമ്മൾ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ തന്നെ റെസ്റ്റോറൻറ്റും അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല എക്സ്പെൻസീവാണ്. അത് നമ്മൾ പിന്നെ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തതുമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇതാ നമ്മൾ എൻ്റെ അക്കോമഡേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.